അജാനൂർ പഞ്ചായത്തിൽ മൂലക്കണ്ടത്ത് താമസിക്കുന്ന പരേതനായ കൃഷ്ണൻ ഉഷ ദമ്പതികളുടെ മകനായ 27 വയസ്സുള്ള അജീഷ് നട്ടെല്ലിന് ക്യാൻസർ ബാധിച്ച് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ചികിത്സയിലാണ്. പരിശോധനയിൽ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതായി കണ്ടെത്തിയതിനാൽ അടിയന്തര ചികിത്സയായി മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഏകദേശം 20 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന തുടർ ചികിത്സ നിർധനരായ അജീഷിന്റെ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. കുടുംബത്തിന്റെ ദയനീയ സ്ഥിതി കണ്ടറിഞ്ഞ നാട്ടുകാർ അജീഷ് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി ചെയർമാനും വാർഡ് മെമ്പർ എം ഷിജി കൺവീനറും മനോജ് പി ട്രഷററുമായ ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചു. മൂലക്കണ്ടം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗം അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി ഉദ്ഘാടനം ചെയ്തു. ഓരോ ആളുകൾക്കും അവർക്ക് വ്യക്തിപരമായി പല ബന്ധങ്ങളുണ്ടാവും. ഇപ്പോൾ ഗൾഫിൽ ഓൺ വർക്ക് ചെയ്തതാണ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗൾഫിൽ നിന്നുള്ള ആളുകൾ സുഹൃത്തുക്കളുണ്ടാവും. അവരെല്ലാവരെയും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഓരോ ആളും പ്രത്യേകമല്ല, ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമായി ചേരുകയും അവരവർക്ക് പറ്റുന്ന രീതിയിലേക്ക് ഒരു തുക കൊടുത്തോണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഇത്ര രൂപ എടുക്കണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു പോകാൻ വേണ്ടി പറ്റില്ല. കാരണം എല്ലാവരും സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്നവരൊന്നുമല്ല. എങ്കിലും ഒരു ജീവനാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ആ ജീവനെ സംരക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, അതിനൊരു ചെയർമാനും കൺവീനറും ഉണ്ടാക്കി പോവുക, ഒരു ട്രഷറി ഇത് കൈകാര്യം ചെയ്യാൻ വലിയ തുകയാണ്. അപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി ഗൂഗിൾ പേ നമ്പർ ഇപ്പോൾ നമ്മളെല്ലാവരും സ്ഥിരം കാണുന്നതാണ്. പല ആളുകളും പല ചികിത്സാ സഹായ കമ്മിറ്റി ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവരുടെ മൊത്തം ചെലവും ചിലപ്പോൾ നമുക്ക് വഹിക്കാൻ വേണ്ടി പറ്റിയില്ലെങ്കിലും ഒരു തുക സമാഹരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മൾ കടക്കണം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ഗദ്ദാഫി മൂലക്കണ്ടം സ്വാഗതം പറഞ്ഞു. കാനറ ബാങ്ക് മാവുങ്കാൽ ശാഖയിൽ അജീഷ് ബി എന്ന പേരിൽ അക്കൗണ്ട് നമ്പർ 110324386542 അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.